കോഡ് കമ്മിറ്റിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു ജിറ്റിനെ കുറിച്ച്. അതായത് AWS പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ സോഴ്സ് റെപ്പോസിറ്ററിയാണ് കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അതിനെക്കുറിച്ചുള്ള ബ്രീഫായിട്ടൊരു ഐഡിയ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഓൺലൈൻ റെപ്പോസിറ്ററി, അതായത് ഇപ്പം AWSൻ്റെ കോഡ് കമ്മിറ്റ് ആയിരുന്നാലും അല്ല ജിറ്റ്ഹബോ അതുപോലത്തെ മറ്റ് റെപ്പോസിറ്ററീസ് ആയിരുന്നാലും നമുക്ക് നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് മെഷീനിൽ നിന്ന് അതിലോട്ട് കോഡ് പുഷ് ചെയ്യുന്നതിനും തിരിച്ച് പുൾ ചെയ്യുന്നതിനും ആ ഒരു കണക്ടിവിറ്റി ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ജിറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതുണ്ടെങ്കിൽ മാത്രമേ അതുവഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ പറഞ്ഞ ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററീസുമായിട്ട്. അപ്പോൾ ജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് വെർഷൻ കൺട്രോളിംഗ് സിസ്റ്റമാണ്. അത് നമ്മൾ ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ സീരീസിൽ ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയൽ സീരീസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു സെഷനിൽ പെട്ടെന്നൊന്ന് ബ്രീഫായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ലിനക്സ് ഉബുണ്ടു മെഷീനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഉബുണ്ടു സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം പെട്ടെന്നൊന്ന് ബ്രീഫായിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഇപ്പം നമ്മുടെ ഉബുണ്ടു മെഷീനിൽ ലോഗിൻ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. അതിൻ്റെ ഉബുണ്ടുവിൻ്റെ വെർഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ക്യാറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് /etc OS റിലീസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഉബുണ്ടു വെർഷൻ 20.04 LTS വെർഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഓൾറെഡി ജിറ്റ് ഇൻസ്റ്റാൾഡ് ആണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് git എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് ജിറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയും. അതായത് ഇപ്പോൾ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് sudo apt അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ ആപ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുന്നത് നമ്മുടെ ലോക്കൽ പാക്കേജ് ഇൻഡെക്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചില സമയത്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു പാക്കേജ് ഇൻഡെക്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനത്തെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്തായിരുന്നാലും ഞാൻ sudo apt അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഇതിൽ കൊടുത്തു. sudo പാസ്വേഡ് ഞാനിപ്പോൾ എൻ്റർ ചെയ്തു. അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പാക്കേജസ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാണ് സ്ക്രീന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് sudo apt ഇൻസ്റ്റാൾ ജിറ്റ്. ഞാൻ ഈ കമാൻഡ്സും ഈ സ്റ്റെപ്സ് എല്ലാം വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമുക്കിതൊരു AWS DevOpsൻ്റെ കോഴ്സാണ്, അല്ലാതെ ജിറ്റിനെ കുറിച്ചോ ജിറ്റ്ഹബിനെ കുറിച്ചുള്ള ഒരു സീരീസ് അല്ല ഇത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ജിറ്റിൻ്റെയും ജിറ്റ്ഹബിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോഴ്സ് നമ്മൾ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ളവർ ആ ഒരു സീരീസ് കാണുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കമാൻഡ് ഞാനിപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. sudo apt ഇൻസ്റ്റാൾ ജിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും കൊടുത്ത് ഞാൻ എൻ്റർ ചെയ്തു. അപ്പം ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ജിറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ജിറ്റ് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം ജിറ്റ് കമാൻഡ് ഓൾറെഡി അവൈലബിൾ ആണ്, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഓരോ സ്വിച്ചസ് കാണിച്ചത് നമ്മൾ ജിറ്റ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തപ്പോൾ. അല്ലെങ്കിൽ ആ കമാൻഡ് ഇല്ലെന്നും പറഞ്ഞ് ആദ്യം കാണിച്ചതുപോലെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഉബുണ്ടു മെഷീനിൽ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉബുണ്ടു അല്ല മറ്റേതെങ്കിലും ഫ്ലേവർ, ഇപ്പോൾ CentOS റെഡ് ഹാറ്റോ ഏതെങ്കിലും ഫ്ലേവേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിലും സിമിലർ മെത്തേഡാണ്. അവരുടെ പാക്കേജ് ഇൻസ്റ്റാളിംഗ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജിറ്റ് സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് അതിന് കിട്ടും, വേറെ ഫ്ലേവേഴ്സിനൊക്കെ ഉള്ള. വേറെ ഏതെങ്കിലും ഉബുണ്ടു അല്ലാതെ മറ്റേതെങ്കിലും ഫ്ലേവർ ലിനക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഇനി കാണാം.